ഹലോ ഗായ്സ്, എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു കിടിലൻ വ്യൂ പോയിന്റിലേക്കാണ്. ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ബിനുക്കുട്ടനാണ്. ഹലോ ഗായ്സ്, നമ്മുടെ ക്യാമറ പെടുത്തത്തില്ലേ? ഹലോ പിന്നെ ഹലോ ഗായ്സ്, നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് അതെ വലിയ പാറയിലാണ് ഗായ്സ് വന്നു നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടു. പാറയൊന്നും കാണാനില്ല കാര്യം. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതുപോലുള്ള ഒരുപാട് കുരിശുമലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നഷ്ടമാണ്. നിരവധി ഒരുപാട് എന്താ പറയുക സെറ്റ് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇടുക്കിയിൽ. ആരും കാണാത്ത നല്ല കിടിലൻ വ്യൂ പോയിൻറ്റുകൾ തേടിയാണ് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത കിടിലൻ വ്യൂ പോയിൻറ്റുകളും അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ചവിട്ടിപ്പൊട്ടിക്കാനും മറക്കരുതേ ഗൈസ്. ഈ മലയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയാംകുടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും നിരവധി വീടുകളും ഒക്കെ നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നല്ലൊരു വൈബുണ്ട്, പക്ഷേ അപകടങ്ങളും പതിയിരിപ്പുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി പാലിച്ച് മാത്രം ഓരോ കാലും മുന്നോട്ട് വയ്ക്കുക. നല്ല ശക്തമായ കാറ്റ് വീശുന്നത് കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ ക്ഷമിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ടായി. ഒരുപാട് സാമൂഹിക വിരുദ്ധർ ഇവിടെ കുപ്പിച്ചില്ലുകൾ, അതായത് ബ്രാൻഡി കുപ്പി അങ്ങനെയുള്ള ചില്ലുകുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അലങ്കോലമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ പാറയിലെ ചില ഭാഗങ്ങൾ. അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളുടെ സേഫ്റ്റി നോക്കി മാത്രം മുന്നോട്ട് നീങ്ങുക. ചിലപ്പം വലിയ കുപ്പിച്ചില്ലുകളിലേക്കൊക്കെ ആയിരിക്കും നമ്മുടെ കാല് ചെന്ന് പെടുക. അപ്പം നല്ലതായിട്ട് മുറിയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള വ്യൂ പോയിൻറ്റുകളിലൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ്. പിന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. പിന്നെ താഴേക്ക് നല്ല കൊക്കയാണ്. അതുകൊണ്ട് മഴയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്ന ഒരു സമയം നോക്കിയാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ തെറ്റലൊന്നും ഇല്ലായിരുന്നു. നല്ല സെറ്റായിട്ടൊരു വ്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ബിനുക്കൂട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബിനു ആണ് ഈ ഒരു സ്ഥലം ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നത്. പാറപ്പടയുണ്ട്, ചെറിയ പാറപ്പട, ഇത് വലിയ പാറപ്പട, അത്ര ഉള്ളൂ. വലിയ ഐതിഹാസിക കാര്യങ്ങളൊന്നുമില്ല. നമ്മള് വെട്ടിക്കൊള്ള കഴിഞ്ഞ് നമ്മുടെ ലെഫ്റ്റല്ലേ പറഞ്ഞോ എന്റെ പൊന്നേ, ഇതിനകത്ത് അങ്ങനെ പറ്റിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പാറപ്പടയായിരുന്നു. ഇതപ്പുറം വേറൊരു ഇതുണ്ട്. ഇത് റോഡ് സൈഡും വീടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇത് വേഗമായിപ്പോയി. ഇത് വലിയ പാറമടയും വലിയ പാറയും കാണുന്നത് ചെറിയ പറയും. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞാണ് ഇതിനോട് ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് വരാം, നല്ല രസമാണ്. ഇച്ചിരി മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല രസമാണ്, നല്ല തണുപ്പ്. എനിക്ക് താഴേക്കൊക്കെ നല്ല പേടി തോന്നുന്നു. നല്ല കൊക്കയുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു കുരിശടിയുണ്ട് പള്ളിയുടെ. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം നോക്കി കണ്ട കാര്യങ്ങളൊക്കെ ഇഷ്ടം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടമാണ്. ഇങ്ങോട്ട് പോ.
ഇതേപോലൊക്കെ തന്നെ എടുക്കണേ. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്ത് പറയും, വല്ലാത്തൊരു ശീതളിപ്പ്. നമുക്കൊരു കുപ്പിയൊക്കെ എടുക്കണ്ട കാര്യം. ഇവിടെ കുറെ കുപ്പികൾ പൊട്ടിച്ചിട്ടുണ്ടാണ്. അതെ, പറയാനായിട്ടല്ല ഞങ്ങളെ കാര്യം പറഞ്ഞു. ഇവിടെ മൊത്തം കുപ്പിച്ചില്ല് പൊട്ടിച്ച് അലമ്പാക്കി ഇട്ടിരിക്കുകയാണ്. അതെ അതെ. ഇങ്ങോട്ട് നോക്കിയാലോ, നിങ്ങൾക്ക് താഴേക്കൊക്കെ നോക്കിയാല് മറ്റേ അതെ വെട്ടിക്കുഴിക്കാവലയുടെ ഒരു പാട്ടും വെള്ളയാങ്കുഴി ഒരു പാട്ടും ഒക്കെ ആയിട്ടാണ്. നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുന്നത് നമ്മുടെ ബിനുവാണ്. ബിനുവിന് സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പറയുന്നുണ്ട്. ചുറ്റും മലകളാണ്. അതെ, മലനിരകളാണ്. ഏതൊക്കെയാണെന്ന് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ വളരെ സേഫ് ആയിട്ട് തന്നെ വന്നു നിൽക്കുക. താഴേക്കൊക്കെ വലിയ കൊക്കയാണ്. കാല് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ പാറ ഇടിച്ചിടിച്ചിടിച്ച് താഴെ പോകും. ക്ലിഞ്ഞാപ്പിന്റെ ആയി പോകും. അതെ, അപ്പം അതൊക്കെ നോക്കി കണ്ട് വ്യക്തമാക്കി മാത്രമേ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാവുള്ളൂ. എവിടെ വന്നാലും നിങ്ങളുടെ സേഫ്റ്റി മുഖ്യമാണ് ഗൈസ്. പിന്നെ കാറ്റുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാറ്റടിക്കുന്നത്. സോ സേഫ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുന്നില്ല. അതുകൊണ്ട് താഴെ കൊച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു കേട്ടിട്ട് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. വൈബാണ് ഗൈസ്, വൈബ്, വേറെ ഒന്നും പറയില്ല. നമ്മുടെ മറ്റേ ഫാനിലുള്ള ഇംഗ്രിതോ, അതെ വളരെ നല്ല ഇംഗ്രിതമാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ബിനു ലൈഫും എടുത്തിട്ട് പാറയുടെ താഴേക്ക് ഇറക്കി പോവാണ് ഗൈസ്. നമുക്ക് പോയി തടയാവൻ. എടാ ബിനു കേറിയോടാ. പക്ഷേ ഗൈസ് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇമാതിരി ഭാഗഫിക പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് ഗൈസ്. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്. പിടിച്ച കാര്യങ്ങൾക്ക് നിൽക്കരുത്. അതെ, ലൈഫ് എൻജോയ് ചെയ്യുക. അവൻ പറഞ്ഞു എങ്ങനെയായിരുന്നു, ഒരു ലൈഫേ ഉള്ളൂ. വന്നിട്ടില്ല ഗൈസ്, വരുമ്പോ ഞങ്ങൾ പറയുന്നത് അതിനുള്ള ഇംഗ്രിതം നിലവിലില്ല, ആകുമ്പോ പറയുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകള്. എല്ലാ നിങ്ങൾ കാഴ്ചകളെ കണ്ടു നോക്കുക. ഇവിടെ എങ്ങനെ വരണമെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചാനൽ മേട്ടക്കുഴിയിലെ ഒരു സിറ്റിക്ക് നടുവിലൊരു കുളമില്ലേ, അത് എവിടെയാണെന്നറിയാതെ അടുത്ത വീഡിയോ അപ്പൊ അതായിരിക്കും ഗൈസ്. നിങ്ങൾ കാണാത്ത ഹിഡൻ സ്പോട്ടുകൾ. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ ഇനി അടുത്തോട്ട് ഇതുപോലുള്ള സ്പെഷ്യൽ ഫലങ്ങളിൽ പോയി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നവര് ബിനു അണ്ണന്റെ സ്പെഷ്യൽ കുക്കിംഗ് ഫുഡ് ചാനൽ കൂടി നമ്മൾ തുറക്കുകയാണ് ഗൈസ്. ഫുഡ് ആൻഡ് ഐ മീൻ എന്താ ചാനലിന്റെ പേര് പറ. നമ്മളൊരു ഫുഡ് വിത്ത് ഹിൽസ്, ഫുഡ് വിത്ത് ഹിൽസ്, അതാണ് ചാനലിന്റെ പേര്. ഉള്ളതാണോ? ഇല്ലില്ല, അതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, നമ്മുടെ ചാനലിന്റെ പേര് അപ്പൊ ഇങ്ങനെ ചാനൽ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈ ചാനലിലൂടെ അനൗൺസ് ചെയ്യാറുണ്ട് ബിനുവിന്റെ സ്പെഷ്യൽ ഇടിയിറച്ചി. അതെ, വെറൈറ്റി ചൈനീസ് ഡിഷുകൾ ഗൈസ്, ചൈനീസ് ഡിഷുകൾ, ഫ്രഞ്ച്, ഇറ്റാലിയൻ. അപ്പൊ ഗൈസ് അപ്പൊ ഈ വീഡിയോ കണ്ടെല്ലാവരും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു. നമുക്ക് അനുവിന് എന്താ പറയണമെന്ന് ചോദിച്ചു നോക്കാം. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടല്ലേ, ഇടയ്ക്ക് മഴ തുള്ളി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ കേട്ടോ. ചെറിയ ജാക്കിലോട്ട് നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഇനി നമ്മളെ മാട്ടുകുഴിയിലെ അല്ല മേട്ടക്കുഴിയിലെ സിറ്റിക്ക് നടുവിലുള്ള കുളത്തിലേക്ക് പോകും. നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നമ്പർ വന്നല്ലേ, വന്നെങ്കിൽ മുകളിൽ പോയി കല്യാണത്തിന് പോയതല്ലേ നിങ്ങള്, മറ്റേ അള്ളയാങ്കുടി ഇല്ല. നമ്മളെവിടെ അനുവിന്റെ ചിന്നാരി പോയാലോ? എന്ത് മെസ്സേജാണോ പരിപാടിയുണ്ട്. അല്ല, വെള്ളം അടിക്കുന്ന സംഭവം അല്ല ഗൈസ്,
അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചമർത്തി പൊട്ടിച്ച് എന്തിനൊക്കെ ചെയ്യണേ നിങ്ങള്. ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് വരാൻ താല്പര്യമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങോട്ടുള്ള വഴി ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന വഴി കറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ കാരണമായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, വഴി ഞങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഞങ്ങളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇങ്ങ് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് കട്ടപ്പന വെള്ളയാംകുടിയൊക്കെ എത്താറായപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. പിന്നെ അവിടെ കയറി അവിടുത്തെ ഒരു തട്ടുകടയിൽ നിന്ന് 2 ചായയൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. നല്ല ശക്തമായ മഴയായിരുന്നു.